നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ സംഭവിച്ചു. സ്വപ്നം നമ്മുടെ വഴിയിൽ നിന്ന് ഒഴിവാവുകയും ചെയ്തു. ഗിരിയും മഞ്ജുവും തമ്മിൽ വഴക്കുണ്ടാവുകയും ചെയ്തു. പോലീസിനെ കൊണ്ട് ആദ്യമായിട്ടാ ഈ കുടുംബത്തിനൊരു ഉപകാരം ഉണ്ടായത്. പ്രോസിക്യൂട്ടർ സ്വപ്നയ്ക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നാ പറയുന്നേ. അവൾക്ക് അങ്ങനെ തന്നെ വേണം. ഈ വീടിന്റെ മരുമകളാകണമെന്ന് അവള് സ്വപ്നം കാണാൻ പാടില്ലായിരുന്നു. അതിന് നീ എന്റെ മോളെ കള്ളക്കേസിൽ കൊടുക്കും അല്ലേടി? ഭാനുമതി വരൂ, ഇരിക്കും. തന്റെ സൽക്കാരം സ്വീകരിക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. സ്വപ്ന അറസ്റ്റിലായതുകൊണ്ട് ഭാനുമതി നല്ല ദേഷ്യത്തിലാന്ന് എനിക്കറിയാം. പക്ഷെ അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കള്ളക്കേസിൽ അവളെ കുടുക്കിയിട്ട് പൊട്ടം കളിക്കുന്നോ? എന്താ? ഭാനുമതി അമ്മ വന്നിട്ടുണ്ട്. നല്ല കലിപ്പില. നീ അവരുടെ മുന്നിലെങ്ങാണ് ചെന്ന് പെട്ട നിന്നെ പിന്നെ വെച്ചേക്കത്തില്ല. ഗിരി അറിഞ്ഞിട്ടുണ്ടാവുന്ന പുകില് വേറെ. ഡാ, അവര് പോകുന്നവരെ നീ ഇവിടെ ഇരുന്നാ മതി. ഭാനുമതി അമ്മ വെറുതെ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. സ്വപ്ന അറസ്റ്റിലായതിന്റെ പിന്നില് ഞങ്ങൾക്കൊരു പങ്കുമില്ല. അത് വിശ്വസിക്കാൻ ഞാൻ വെറും മണ്ടിയാണെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മോളെ താൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഭാനുമതി എന്തൊക്കെയായി പറയുന്നേ? സഞ്ജയുടെ പുറകെയുള്ള അവളുടെ നടത്തം നിർത്തിയില്ലെങ്കിൽ അവളെ തീർത്ത് കളയുമെന്ന് താൻ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നെങ്ങാനും താൻ പറഞ്ഞ തന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. ഞാനത് നേരിട്ട് കേട്ടതാ. സഞ്ജുവിനെ എനിക്ക് കണ്ണെടുത്ത കണ്ടൂടാ. ആ ചെറ്റയുടെ കൂടെ എന്റെ മോള് നടക്കുന്നത് എനിക്കിഷ്ടമല്ല. തന്റെ ഭീഷണി കേട്ടിട്ടെങ്കിലും അവള് സഞ്ജയനെ ഒഴിവാക്കി നേർവഴിക്ക് വരുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ അന്ന് പ്രതികരിക്കാതിരുന്നത്. അല്ലെങ്കിൽ എന്റെ മോളെ ഭീഷണിപ്പെടുത്തിയതിന് അന്ന് തന്നെ തനിക്ക് ഞാൻ നല്ലത് തന്നേനെ.